സബ്സ്ക്രൈബ് ചെയ്യുക Jeevan ടെക്കിനോട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് നമസ്കാരം, Jeevan ടെക്കിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കൂട്ടാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് കൂട്ടാൻ പോകുന്ന ഒരു നെറ്റ്വർക്കാണ് Jio 4G. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന Jio 4G ആയതുകൊണ്ട് അതിൻ്റെ സ്പീഡ് എങ്ങനെ കൂട്ടാം, അതിൻ്റെ ടിപ്സും ട്രിക്സും ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം വീട്ടിലിരിക്കുമ്പം നമുക്ക് ചില സമയത്ത് റേഞ്ച് കിട്ടാറില്ല, ഇൻ്റർനെറ്റ് ഇഷ്യൂസ് പല ഇതാ. അപ്പോൾ എനിക്കിവിടെ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ സ്പീഡ് കുറവായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിനെ മാറ്റാൻ പോകുന്ന ഒരു സെറ്റിംഗ് ആണ് APN സെറ്റിംഗ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഡീഫോൾട്ടായിട്ട് APN സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കൊരു സ്പീഡ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സ്പീഡ് ഇച്ചിരി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറഞ്ഞതാണെന്നാണ് കിട്ടുന്നത്. അതിന് മേളിൽ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പം നമുക്കിത് സ്പീഡ് ടെസ്റ്റ് ധാരാളമല്ല, ഇത്ര 10 MB കിട്ടുന്നുണ്ട്. അപ്പം 13 MB മാക്സിമം നമുക്ക് കിട്ടി. എന്നാണ് അപ്ലോഡ് സ്പീഡ് വരിക നോക്കുമ്പോൾ നമുക്ക് കുറവാണ്. അപ്പം 0.76 27 അത്രേ ഉള്ളൂ നമുക്ക് കിട്ടാറുള്ളൂ. ഒരു കഷ്ടിച്ച് പോയ 1 MB ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് പുതിയൊരു APN സെറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് പുതിയ APN സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ പോയി സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് സിം കാർഡ്സ് മൊബൈൽ നെറ്റ്വർക്ക്സിൽ കയറുക. എന്നിട്ട് Jio 4G നിൽക്കുക. അപ്പം ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് നിങ്ങളുടെ സിം നെറ്റ്വർക്കിൽ കാണുമായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയ APN ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊരു നെയിം ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു തൽക്കാലം ഞാൻ ഒരു പുതിയ പേരുണ്ടാക്കാം, Jio Beta APN. അപ്പം തൽക്കാലം ഒരു പുതിയ പേര്. അപ്പം പുതിയ APN പേര് പറയാം, സ്മോൾ ക്യാപ്സ് ആയ സെൽറ്റ ബീറ്റ എന്ന് പറയുന്ന ഇത്. അപ്പം അത് ഓക്കെ ചെയ്യുക. യൂസർ നെയിം എനിക്ക് അറിയത്തില്ല, ബാക്കിയുള്ള ഡീഫോൾട്ട് ആയിരിക്കും. അപ്പോൾ സെർവറിൽ വരുമ്പോൾ നമുക്ക് www.microsoft.com എന്നിട്ട് ഓക്കെ നിൽക്കുക. എൻ്റെ താഴെ പോയി ഓതറൈസേഷൻ ടൈപ്പ് PAP കൊടുത്തിട്ട് ശേഷം ബാരിയർ കാണുന്നുണ്ട്. അപ്പം അവിടെ ഇതെല്ലാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് 2 IS95B IS95A അത് 2 ക്ലിക്ക് ചെയ്യേണ്ട. എന്നിട്ട് ഓക്കെ അമർത്തിയ ശേഷം സേവ് ചെയ്യുക. അപ്പം നമുക്ക് ആ ബീറ്റ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടി. നമുക്കൊരു സ്പീഡ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കൊരു സ്പീഡ് ടെസ്റ്റ് നോക്കാം. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഫുൾ കവറേജാണ്. കവറേജ് പൊട്ടിപ്പോയി, എന്നാലും നമുക്ക് കവറേജ് കിട്ടും. അപ്പം നമുക്ക് സെർവർ കിട്ടി. ഗോ അടിക്കുക. അപ്പം നമുക്ക് മുമ്പത്തെ പോലെ പ്രതീക്ഷിക്കാതെ ഇച്ചിരി കൂടെ സ്പീഡ് കയറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 23 MBPS കിട്ടുന്നുണ്ട്. കറക്റ്റായ 30 MB നമുക്ക് എൻ്റെ മേലിൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് 23 MBPS ധാരാളമല്ലേ, അത്രയും സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 1 MB എങ്കിലും അപ്ലോഡ് കിട്ടും. നേരത്തെ നമുക്ക് 0.6 എന്ന് കിട്ടിക്കൊള്ളുന്നത് ഇപ്പം നമുക്ക് അതിന് മേലിൽ നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പം ഗൈസ്, ഇതിന് വേറെ നെറ്റ്വർക്ക് നമ്മൾ ഇതുവരെ കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എത്ര പെട്ടെന്ന് അതിൻ്റെ അപ്ഡേറ്റ് പെട്ടെന്ന് വരുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഗൈസ്, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഗൈസ്, എനിക്ക് എൻഡ് ഓഫ് ജൂൺ എന്ന് വെച്ചാൽ ജൂൺ 30 മുമ്പ് എനിക്ക് ഒരു 500 സബ്സ്ക്രൈബർ, നിങ്ങളെ എന്നെ സപ്പോർട്ട് ഉണ്ടാക്കണം ഗായ്സ്.
അപ്പോൾ ഗൈസ് എനിക്കൊരു ആഗ്രഹമാണ്, ഒരു യൂട്യൂബർ ലെവലാണ്. എല്ലാവരും ഞാൻ 3 വർഷമായി യൂട്യൂബ് ചാനൽ നിർത്തി പോയ കാരണം. അപ്പോൾ ഈ ഇന്ന് കഴിഞ്ഞ മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട്. അപ്പം ഗൈസ് മാക്സിമം സബ്സ്ക്രൈബ്.